എല്ലാവരും വീഡിയോയുടെ താഴെ അല്ലാതെ പേഴ്സണലായിട്ട് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. പേഴ്സണൽ മെസ്സേജ് നമുക്ക് നോക്കാൻ സമയം അങ്ങനെ കിട്ടാറില്ല. കാരണം ഒരു 15 മണിക്കൂർ അല്ലെങ്കിൽ 13 മണിക്കൂർ നമുക്ക് ഡ്യൂട്ടി കണ്ടിന്യൂസ് ആണ്. ചിലപ്പം ലോഡറൊക്കെ വണ്ടി ഓടിപ്പ് അതൊക്കെ ആയതുകൊണ്ട് തന്നെ വല്ലപ്പോഴും ഒക്കെയാണ് ഈ ഇൻസ്റ്റയ്ക്കകത്തൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാൻ പറ്റുന്നത്. ഞാൻ ഇടയ്ക്കൂടെ എന്തെങ്കിലും വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ജസ്റ്റ് ഒരു 2 മിനിറ്റും കൊണ്ട് എഡിറ്റ് ചെയ്തൊക്കെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡയറക്റ്റ് കമ്പനിയിൽ കയറാൻ പറ്റുമെന്നുള്ളത്. ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് പല കമ്പനികളും നാട്ടിൽ നിന്നുള്ള പ്രോസസ്സിങ്ങിൻ്റെ ടൈമും അതും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നല്ല ടൈം എടുക്കുന്നതുകൊണ്ടും പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഈ VFS എംബസി ഡേറ്റ് ഒക്കെ എടുക്കുന്നതിന് ബ്ലാക്കിലുള്ള പൈസയ്ക്കുള്ള നല്ല കളി നടക്കുന്നുണ്ട്. അതുകൊണ്ട് റിജക്ഷൻസും ഒത്തിരി വരുന്നുണ്ട്. ഡേറ്റ് കിട്ടാൻ പൈസ നമ്മൾ ഫണ്ട് ചെയ്യേണ്ടി വരും. അത് ഇതിന് അപ്ലൈ ചെയ്തവർക്കറിയാം. ഞാൻ വന്ന സമയത്ത് ഞാൻ ഏകദേശം 25,000 രൂപയോളം എംബസി ഡേറ്റ് എടുക്കാൻ വേണ്ടി ബ്ലാക്കിന് കൊടുത്തതാണ്. അതിന് എനിക്ക് ആ ഡേറ്റ് കിട്ടിയ ആ സമയത്തിന് 2 വർഷം മുമ്പ് കൊടുത്തവർക്ക് പോലും കിട്ടാത്ത അവസ്ഥ ഫേസ് ചെയ്യുന്നവരും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം ഉള്ള സിറ്റുവേഷൻ എന്തോന്നു ഞങ്ങൾക്കും നിങ്ങളത്രയും പോലും ഞങ്ങൾക്ക് ഒരു അറിവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് നോർമലുള്ള കാര്യം. പിന്നെ ഇപ്പം ഞങ്ങളുടെ കമ്പനി എന്ന് പറഞ്ഞാൽ നേരത്തെ നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഏജൻസി ത്രൂ. പക്ഷേ ഇപ്പം അവർ ഇവിടെ തന്നെ ഓടുന്നവരെ വേറെ ഇപ്പോൾ ഹംഗറിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തെ ലാത്വിയോ അവിടെ ഉള്ളവരൊക്കെ ഓടുന്നവരെ നമ്മുടെ കമ്പനിയിലോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ആകുമ്പോൾ ഏകദേശം 1 മാസത്തെ ഇവിടുത്തെ പേപ്പർ വർക്ക് മാത്രമേ അതിൻ്റെ ആവശ്യമുള്ളൂ. അതാകുമ്പം അവർക്ക് വലിയ മെനക്കേടും ഇല്ല, കാര്യങ്ങൾ കുറച്ച് സ്മൂത്തായിട്ട് നടക്കും. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ എടുക്കുന്നത്. പിന്നെ ചോദിക്കുന്നതാണ് നാട്ടിലെ ലൈസൻസ് മതിയോ ഇങ്ങോട്ട് കയറി വരണം. ഞങ്ങൾ വന്ന സമയത്ത് ഹെവി ലൈസൻസ് മാത്രം മതി. ഹെവി ലൈസൻസ് 3 വർഷത്തെ എക്സ്പീരിയൻസ് മതിയായിരുന്നു ജോബിന് അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ വന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്യും, ട്രെയിലർ റിവേഴ്സ് എടുപ്പിക്കും. ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ട്രെയിലർ ഓടിക്കാതാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ നോർമൽ ലോഡ് വണ്ടി 6 വീൽ ഓടിച്ചിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ പരിചയം വെച്ചാൽ ഇവിടെ വന്നത്. പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ട് ഇവർക്ക് വീഡിയോ ഇട്ട് കൊടുത്തത് തന്നെ കള്ളത്തരമായിരുന്നു. അതായത് ഞാൻ വെളിയിലൊരു റോബഡ് ട്രെയിലർ കരുനാഗപ്പള്ളി പോയിട്ട് അയാൾക്ക് പൈസ കൊടുത്തിട്ട് ജസ്റ്റ് റിവേഴ്സ് എടുക്കാൻ വേണ്ടി മാത്രം വീഡിയോ എടുപ്പിച്ചിട്ട് ഇവർക്ക് അയച്ചു കൊടുത്ത്, സാമ്പിൾ വീഡിയോ അയച്ചു കൊടുത്ത് ഇവർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്ന് ടെസ്റ്റ് അടിച്ച് കറക്റ്റ് പ്രോപ്പറായിട്ട് റിവേഴ്സ് ഒന്നും കയറ്റിയില്ല. എന്നാലും പിന്നെ അവർ ട്രെയിനിങ് ഒക്കെ ഒത്തിരി തന്നു. അതുകൊണ്ടൊക്കെയാണ് ഞാനൊക്കെ രക്ഷപ്പെട്ടത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടെ നമ്മൾ ടെസ്റ്റ് അടിച്ച് ചെയ്യുമ്പം ഫെയിലായി കഴിഞ്ഞാൽ അവർ എടുക്കൂല. അതുകൊണ്ട് തന്നെ പിന്നെ ചില കമ്പനികളൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ വണ്ടി ട്രെയിലർ ഓടിച്ച് പരിചയം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നോർമലി ഹൈവേയിലൊക്കെ ഓടുന്നത് നമ്മൾ കാറ് കൊണ്ടുപോകുന്നതിനെക്കാട്ടി സിമ്പിളായിട്ട് ഇത്രയും വലിയ വണ്ടി കൊണ്ടുപോകാം. പക്ഷേ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ സൈറ്റ് അൺലോഡിങ് ലൊക്കേഷൻ അല്ലെങ്കിൽ ലോഡിങ് ലൊക്കേഷന് ചിലപ്പോൾ കൺജസ്റ്റഡ്. ഞാൻ കഴിഞ്ഞ വീഡിയോസൊക്കെ ഇട്ട പോലെ ഇങ്ങനെ 11 ലൊക്കേഷനും ഒക്കെ ചെറിയ ഷോപ്പിലേക്കൊക്കെ ആണെന്നുണ്ടല്ലോ നമ്മൾ എക്സ്പീരിയൻസ് ഇല്ലാത്തവൻ പെട്ടുപോകും. ഞാൻ ഈ ആദ്യം വന്ന ആ സമയത്താണ് അത്രയും 11 ലൊക്കേഷനൊക്കെ എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. നമുക്കന്നേരം ഇവിടെ ഇപ്പം നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60% വണ്ടി ഓടിക്കാൻ അറിയാവുന്നതും 40% നമ്മൾ ടെക്നോളജി വൈസ് അല്ല കുറച്ചും കൂടെ അപ്ഡേറ്റ്, അതായത് ഗൂഗിൾ മാപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസ് GPS ഒക്കെ അതിനകത്തൊരു അപ്ഡേറ്റഡ് ആണെങ്കിൽ ഇവിടെ ട്രെയിലറോ ഓടിക്കാം, ഏത് വണ്ടി വേണമെങ്കിലും ഓടിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫുൾ എക്സ്പീരിയൻസ് ഞാൻ ഒരിക്കലും പറയുന്നില്ല ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ 5 വർഷത്തെ ഫുൾ ട്രെയിലർ ഓടിച്ച എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമേ വരാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത്രയും പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഈ GPS നോക്കി ഓടിക്കാനുള്ള വണ്ടി തിരിയുന്നു പെട്ടെന്ന്, അതായത് ഇതിലെ പൂച്ചയുടെ കൂട്ട റിഫ്ലക്ഷൻ സ്പീഡ് ഉണ്ടെങ്കിലേ നമുക്ക് വണ്ടി ഇവിടെ ഓടിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഒരേ ടൈമിൽ തന്നെ നമ്മൾ GPS നോക്കണം, വണ്ടിയുടെ സിഗ്നൽ നോക്കണം. സിറ്റിയിലൊക്കെ കയറി കഴിഞ്ഞാൽ അതാണ് അവിടെ പ്രാധാന്യം കൂടുന്നത്. പിന്നെ ബ്ലൈൻഡ് സ്പോട്ട് നോക്കണം, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര പ്രശ്നമുണ്ട്. അന്നേരം ഞാൻ ഒരിക്കലും പറയത്തില്ല ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർ വന്നാൽ ഇവിടെ ഓടിക്കാൻ പറ്റുമെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമുക്ക് പിന്നെ വണ്ടിയോടുള്ളൊരു ക്രേസും ഒക്കെ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും. പക്ഷേ നമുക്ക് കിട്ടുന്ന
ഫസ്റ്റ് ജോബിനെ ബേസ് ചെയ്തിരിക്കും. അതായത് ഫസ്റ്റ് ഒരു മാസം കിട്ടുന്ന ജോബിനെ ബേസ് ചെയ്ത് നമുക്കത് പഠിക്കാവുന്ന സാഹചര്യത്തിലുള്ള ഒരു രീതിയിലുള്ള ലൈൻ ട്രിപ്പോ ഒരേ ലൊക്കേഷനിലോട്ട് ഡെയിലി പോകുന്നതോ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളിലൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരുമില്ല. പ്രത്യേകിച്ച് ലൈൻ ട്രിപ്പ് ആണെങ്കിൽ ഒരാൾ കൂടെ കാണും, ഡബിൾ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വരുന്നത് നല്ലതായിരിക്കും. അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിൽ രക്ഷപ്പെടും. പക്ഷെ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടി പോവും. എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ 6-7 ലക്ഷം രൂപയൊക്കെ മുടക്കിക്ക് ഇപ്പോഴത്തെ എത്രയാണെന്ന് എനിക്കറിയില്ല, ഇത്രയും മുടക്കി ഇവിടെ വന്ന് 3 മാസത്തോളം പേപ്പറിന് നിന്ന് അങ്ങനെ വന്നിട്ട് പിന്നെ അവസാനം ജോലി പോയി കഴിഞ്ഞാൽ ഈ കടം നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഒരു ശമ്പളത്തിന് ഉച്ചായ ശമ്പളത്തിന് നമുക്ക് തിരിച്ചടവ് പറ്റത്തില്ല. അതുകൊണ്ടാണ് കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മുടെ പൈസ വെച്ച് നമ്മൾ പൈസ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇത്രയും വലിയൊരു എമൗണ്ട് വെച്ച് ഒരിക്കലും റിസ്ക് എടുക്കാൻ ശ്രമിക്കരുത്. കുറച്ച് ഒരു വർഷമെങ്കിലും ഒന്ന് ഓടിച്ച് പരിചയം വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. കാരണം ഇവിടുത്തെ എല്ലാ റോഡും നല്ലതാണെന്ന് ഞാൻ പറയില്ല. വളരെ ചെറിയ റോഡുകൾ വരെയുണ്ട്. നമ്മുടെ നാട്ടിലെ ബൈ റോഡിനെക്കാട്ട് ചെറിയ റോഡുകളുണ്ട്. അങ്ങനെയൊക്കെയുള്ള റോഡിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ പെട്ടുപോകുന്നത്. നമ്മൾ ഈ ഹൈവേ പോകുമ്പോൾ ഇത് പുഷ്പമാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയി പെട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ആജാനുബാഹുവായിട്ടുള്ള അതിൻ്റെ രൂപം നമ്മളെ അതിശയപ്പെടുത്തും. തിരിയത്തില്ല, എങ്ങനെയൊക്കെ നോക്കിയാലും തിരിയത്തില്ല. നമ്മൾ നക്ഷത്രം എണ്ണി പോവും. പിന്നെ അവസാനം പിന്നെ ക്രെയിൻ വിളിക്കുകയോ പോലീസൊക്കെ വന്നിട്ട് ആകെ പ്രശ്നങ്ങളാവും. പിന്നെ ക്രെയിൻ വെച്ചിട്ട് ട്രെയിലർ തിരിച്ചൊക്കെ വെക്കേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ പോട്ട് നമ്മളെ ആ സമയത്ത് ഒരാൾ ട്രെയിലർ ഓടിക്കുന്ന ഒരാൾ അടുത്തില്ലെങ്കിൽ പോലും തിരിച്ച് കൊണ്ടുപോകാൻ പോലും നമുക്ക് പറ്റത്തില്ല. പോലീസ് നല്ല പെനാൽറ്റി തരും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അന്നേരം നമ്മൾ കൂടുതലും റിസ്ക് എടുക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. നമ്മുടെ നാട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും തട്ടികൂരി പോകാം, പൈസ കൊടുത്തോ എന്തെങ്കിലും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. പല രാജ്യത്തും പല രീതി നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരിക. പോലീസുകാരും അതേ രീതിയിലാണ് നമ്മളോട് പല രാജ്യത്തും പല രീതിയിൽ. കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഇറ്റലിയിൽ പോയി എന്നെ കള്ളക്കേസിലൊക്കെ കുടുക്കി. ഏകദേശം ഒരാഴ്ച ഞാൻ പോലീസ് സ്റ്റേഷനും കോടതിയും മോട്ടറൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കയറി ഇറങ്ങിയതാണ് എൻ്റെ ലൈസൻസ്. എൻ്റെ കമ്പനിക്ക് അവിടെ ഹോൾഡ് ഇല്ലായിരുന്നു. അവിടെ പരിപാടിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അത്രയും ബുദ്ധിമുട്ട്. അന്നേരം നമ്മുടെ ഈ കമ്പനിക്ക് ചിലപ്പം വേറെ അവരുടെ രാജ്യത്ത് ചിലപ്പം ഹോൾഡ് കാണും, പക്ഷേ വേറൊരു രാജ്യത്ത് അവർക്ക് വലിയ ഹോൾഡ് കാണത്തില്ല. അതാണ് പ്രശ്നം. ഞാൻ അതാണ് ഫേസ് ചെയ്തത്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടിയൊരു നിമിഷമില്ലായിരുന്നു. എൻ്റെ ലൈസൻസ് ഇറ്റലി പോലീസ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവസാനം ട്രക്ക് 2 മാസത്തേക്ക് അവർ പിടിച്ചിട്ട് ബാൻ ചെയ്ത് എനിക്ക് 1 മാസത്തേക്ക് ഇറ്റലി കയറാൻ പറ്റാത്ത അവസ്ഥയായി. അതിൻ്റെ സിറ്റുവേഷനെ പറ്റി ഞാൻ പിന്നെ അടുത്ത വീഡിയോയ്ക്കകത്ത് ഞാൻ പറയാം. അതെന്നെ എങ്ങനെ കള്ളക്കേസി അവർ കുടുക്കിയെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എനിക്ക് ഈ സിറ്റിയിലൊക്കെ കയറാൻ തന്നെ ഭയങ്കര പേടിയാണ്.